സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരിക്കെ വി.സി. നിയമനത്തിൽ നിർണായക നീക്കവുമായി കേരള സർവകലാശാല. സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകാൻ വൈസ് ചാൻസലർ വിളിച്ച പ്രത്യേക സെനറ്റ് യോഗം ഇന്ന്. ഇടതംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റ് പ്രതിനിധിയെ നൽകാൻ സാധ്യതയില്ല. ചാൻസലറുടെ അന്ത്യശാസ്ത്രത്തിന് പിന്നാലെയാണ് കേരള സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ കണ്ടെത്താനുള്ള വൈസ് ചാൻസലറുടെ നടപടി. നോമിനിയെ നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക യോഗം ചേരും. യോഗത്തിൽ പങ്കെടുക്കാൻ 106 അംഗങ്ങൾക്കും രജിസ്ട്രാർ രേഖാമൂലം അറിയിപ്പും നൽകിയിട്ടുണ്ട്. സർവകലാശാല ബില്ലുകളിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ വി.സി. നിയമനത്തിൽ നടപടികൾ വേണ്ടതില്ല എന്നായിരുന്നു CPM തീരുമാനം. ഇതിന് വിരുദ്ധമായി സെനറ്റ് യോഗം ചേർന്നാൽ അത് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. 106 അംഗങ്ങളിൽ ഇടതംഗങ്ങൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് യോഗം ചേർന്നാലും പ്രതിനിധിയെ തീരുമാനിക്കാൻ ഒരു സാധ്യതയുമില്ല. കോറം തികയാതെ പിരിഞ്ഞാലും ഫലം ഇതുതന്നെയാകും. മറ്റ് സർവകലാശാലകളും ഇതേ നിലപാട് സ്വീകരിച്ചാൽ മതിയെന്ന നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടുണ്ട്. അതേസമയം ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇതുപോലെ തടയാനുള്ള സാധ്യതയും കേരള സർവകലാശാലയിൽ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം നൽകാൻ DGPയോട് കേരള സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചേർന്ന കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ തീരുമാനമാകാതെ കഴിഞ്ഞ ദിവസം പിരിഞ്ഞിരുന്നു. ജനം, തിരുവനന്തപുരം.